എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അടുത്ത കഴിഞ്ഞ വീഡിയോയിലെ കണ്ടിന്യൂഷൻ പോലെ അടുത്ത സബ്ജക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാത്സ് എങ്ങനെ പഠിക്കണം, അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് ട്രിക്സുകളും ടിപ്സുകളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. ഞാനിവിടെ ഐക്കാർട്ടിൽ ആണെങ്കിലും പിൻ ചെയ്യാനോ എന്തെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ചെയ്തിടാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ട് പോലെ അടുത്ത സബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസിനെ കുറിച്ച് സംസാരിക്കാം. അതിന് കുറച്ച് പോയിന്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നു പോകാതിരിക്കാൻ. അപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്തതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയതോ, ഞാനിപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ കാണുന്ന ബാക്കിയുള്ളവർക്കും കൂടി അത് ഉപകാരമാവും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. എന്നെ സംബന്ധിച്ച് സോഷ്യലും മാത്സും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത വിഷയമായിരുന്നു. മാത്സ് പഠിക്കാനും സോഷ്യൽ പഠിക്കാനും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. സയൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുത്തത്. അപ്പോൾ സോഷ്യൽ പഠിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. മാത്സ് എന്ന് വെച്ചാൽ പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് പോവുമായിരുന്നു. സോഷ്യൽ പക്ഷേ വായിച്ച് നോക്കണ്ടേ, നമ്മൾ മെനക്കെട്ട് എഫേർട്ട് ഇടണം. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനം എങ്ങനെയാണ് നമ്മൾ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എസ്പെഷ്യലി 10ാം ക്ലാസ്സൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പോലെയായി. പക്ഷെ എന്തായാലും പഠിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സോഷ്യലിനെ വലിയ ക്ലാസ്സിലാവുമ്പോൾ രണ്ടായിട്ട് തിരിയും. ജോഗ്രഫിയും ഹിസ്റ്ററിയും ആയിട്ട് തിരിയും. അതിൽ മുമ്പൊക്കെ ആണെങ്കിൽ വെറുതെ സോഷ്യൽ സയൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടും രണ്ടായിട്ട് തന്നെ പറയണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജോഗ്രഫിനെ കുറിച്ച് സംസാരിക്കാം. ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കഥ പോലെ അല്ലെങ്കിൽ പാരഗ്രാഫായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കാനോ, ബൈഹാർട്ട് ഇപ്പോൾ എല്ലാം പഠിക്കേണ്ടി വരും. നമുക്ക് അങ്ങനെ ഡ്രൈ സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ജോഗ്രഫി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ജോഗ്രഫി ആണല്ലോ, ഹിസ്റ്ററി പോലെ പണ്ടത്തെ കഥകൾ പറയുന്നതല്ലല്ലോ. അപ്പോൾ ജോഗ്രഫിയിലെ കേസിൽ നമുക്ക് വിഷ്വലായിട്ട് മാപ്സ് ഉണ്ടാവും. അങ്ങനെ കുറേ നമുക്ക് ലിറ്ററലി അതിനോട് ഇൻവോൾവ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സൊക്കെ ജോഗ്രഫിയിൽ ഉണ്ടാവും. ഹിസ്റ്ററി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എന്നെപ്പോലത്തെ സോഷ്യൽ ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിക്ക് ജോഗ്രഫി ആയിരിക്കും കുറച്ചും കൂടിയും സോഷ്യലിൽ ഇഷ്ടം. പക്ഷേ ഹിസ്റ്ററി ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഹിസ്റ്ററിയാണ് ഇഷ്ടം. അതേപോലെ ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. ഹിസ്റ്ററി ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്, വലിയവരും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് പറയുന്നത്. അപ്പോൾ ജോഗ്രഫി ആകുമ്പോൾ കുറച്ചും കൂടി വിഷ്വലാണ്. ഹിസ്റ്ററി പോലെ നമ്മൾ ആലോചിച്ചെടുക്കണ്ട. നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമാണ്. ഒരു കഥ കേൾക്കുന്ന പോലെയല്ലേ കൂടുതലും ഹിസ്റ്ററിയിലെ കാര്യങ്ങൾ. ജോഗ്രഫി ആകുമ്പോൾ കുറച്ചും കൂടി വിഷ്വലായിട്ട് മാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് പഠിക്കാം. മൈൻഡ് മാപ്സോ ഷോർട്ട് നോട്ട്സോ ഫ്ലാഷ് കാർഡ്സോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിക്കാനും കുറച്ചും കൂടി കളർഫുള്ളായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാം. ഓരോ ജോഗ്രഫി, ഓരോ സ്ഥലത്തെ ജോഗ്രഫി, ടോപ്പോഗ്രഫി, അവിടുത്തെ ആൾക്കാരുടെ ജീവിത ശൈലികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്നെ പോലത്തെ കുട്ടിക്ക്, എൻ്റെ ഒരു വേവ് ലെങ്ത് പെടുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടിയും ജോഗ്രഫി എളുപ്പമായിരുന്നു പഠിക്കാനായിട്ട്. എന്നാലും ഓർത്ത് വയ്ക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ജോഗ്രഫിയിലുണ്ടാവും. ഇപ്പോൾ ക്ലൈമറ്റ് ആയാലും ടെമ്പറേച്ചർ, വെതർ, റെയിൻഫാളിൻ്റെ റേറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കാൻ കുറേ ഉണ്ടാവും. ബൈ ഹാർട്ട് പഠിക്കുന്നവർക്ക് കുറച്ച് ടഫായിരിക്കും. എന്നാലും നമുക്ക് ജോഗ്രഫിയാണ് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ട് പറയാൻ പറ്റുന്നത്. എല്ലാവരും കാര്യമില്ല കേട്ടോ, ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ഒരു ടീം വേറെ ഉണ്ട്, അവരിപ്പോൾ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ജോഗ്രഫി കുറച്ചും കൂടി ലിറ്ററലി നമുക്ക് എന്നെ പോലത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ബൈ ഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതേപോലെ ഫ്ലാഷ് കാർഡ്, ഷോർട്ട് നോട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക എന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല ബൈ ഹാർട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നമ്പേഴ്സ്, ഇപ്പോൾ 225 ഒക്കെ ആണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കണക്ഷൻ, നമ്മളിപ്പോൾ ഇന്ന സ്ഥലത്തെ റെയിൻഫോളിൻ്റെ റേറ്റ് 200 ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ സ്ഥലമായിട്ട് എങ്ങനെയെങ്കിലും അതിനെ റിലേറ്റ് ചെയ്ത നമ്പറായിട്ട് എന്തെങ്കിലും റിലേഷൻ കൊണ്ടുവന്നിട്ട്
അതിന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ശ്രമിച്ചാലേ ഓർമ്മയുണ്ടാവുള്ളൂ. കാരണം ഒരുപാട് റെയിൻഫോളിൻ്റെ റേറ്റും അതൊക്കെ പഠിക്കാനുണ്ടാവില്ലേ. അപ്പോൾ ആ സെൻറ്റിമീറ്റർ ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്യുക, നമ്പറും ആ സ്ഥലമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ നമ്മൾ തന്നെ ഒരു കഥ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഓർത്ത് വെച്ചാൽ, ഞാൻ അങ്ങനെയാണോ ചെയ്തിരുന്നത്. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞുതരാൻ എനിക്കൊരു എക്സാമ്പിൾ ഓർമ്മ വരുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ വല്ല നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നോക്കുന്ന റിവിഷൻ നോട്ടിൽ എഴുതി വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ജോഗ്രഫി കുറച്ചും കൂടി സിമ്പിളായിരിക്കും. പിന്നെ അതുപോലെ എന്താ പറയുക, ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹിസ്റ്ററിനെ കുറിച്ചാണ്. ഹിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കുറച്ച് ഡ്രൈ ആണ്. ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഇഷ്ടമല്ലാത്തവർക്ക് ഒട്ടും വായിക്കാൻ തോന്നാത്ത ഒരു ടൈപ്പ് ഓഫ് സബ്ജക്റ്റാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലും പഠിക്കുക. ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ വേൾഡ് വാറൊക്കെ പഠിക്കാനുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു കഷ്ടപ്പെട്ട് പഠിച്ചതായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഹിസ്റ്ററി പഠിക്കാനായിട്ട് ഇഷ്ടമല്ലാത്തവർക്ക്, വായിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക്, ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ലൊരു മെത്തേഡുണ്ട്. ഞാൻ ചെയ്തിട്ട് ഞാൻ സക്സസ്ഫുള്ളായി പാസ്സായതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുകയാണ്. ഹിസ്റ്ററി ഇഷ്ടമുള്ള ആൾക്കാർ, അതായത് ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ആൻറ്റിയാണ്, മാമൻ്റെ വൈഫാണ്, എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് എനിക്ക് മലയാളത്തിൽ എന്താണ് കഥ, അതായത് വേൾഡ് വാർ ഫസ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് അത് ഉണ്ടായിരുന്നത്, ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റൊക്കെ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി നന്നായിട്ട് കൺവിൻസിങ് ആയിട്ട് പറഞ്ഞു തരാനും കൂടി അറിയാം, ടീച്ചറായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇരുന്ന് ആ കഥ, ടെക്സ്റ്റ് ബുക്കിലത്തെ കഥ ഉള്ളത് മുഴുവനും ഒരു കഥ പോലെ എനിക്ക് പറഞ്ഞുതരും. അപ്പോൾ ആദ്യം ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാർട്ടിങ് എൻഡിങ് ഉണ്ടാവുമല്ലോ, ഒരു തീം, ഒരു സബ്ജക്റ്റിന്, എന്താ പറയുക, ഒരു ടോപ്പിക്കിന്. അപ്പോൾ ടോപ്പിക്കിൻ്റെ ഇൻട്രോ തൊട്ട് അതിൻ്റെ ഒരു എൻഡ് വരെയും ആദ്യം ഒരു കഥ പോലെ മലയാളത്തിൽ പറഞ്ഞു തരും. എന്നിട്ട് എന്നോട് ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറയും. അത്രയും പോർഷൻ വായിച്ചു നോക്കാൻ പറയും. അപ്പോൾ നമുക്ക് എന്താ, കഥ മനസ്സിലായിട്ട് നമ്മൾ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ്ങിൽ നമുക്ക് വായിക്കാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് കുറേ വേർഡ്സ് കിട്ടും. നമ്മൾ മലയാളത്തിൽ കേട്ടപ്പോൾ നമുക്ക് മലയാളത്തിൽ സ്ട്രൈക്ക് ചെയ്ത കുറേ വേർഡ്സിൻ്റെ ഇംഗ്ലീഷ് ഫോം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കിട്ടും. വെറുതെ നമ്മൾ റാൻഡമായിട്ട് വായിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ വേർഡ്സൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ മലയാളം മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് പിന്നെ ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് കുറേ വേർഡ്സ് കിട്ടും. ആ വേർഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പേപ്പർ ഇംപ്രസിംഗ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഇത് ഞാൻ പരീക്ഷിച്ചതാണ്. എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത മെത്തേഡാണ് അത്. വേറെ ആളെ കൊണ്ട് എനിക്ക് പറഞ്ഞു തരിപ്പിച്ചിട്ട് അത് കേട്ടിട്ട് ഞാൻ ടെക്സ്റ്റ് വായിച്ചിട്ട് അങ്ങനെയാണ് ഒരു കണക്കിന് ഞാൻ സോഷ്യൽ സയൻസ് പാസ്സായി പോകുന്നത് 10ൽ. അപ്പോൾ അങ്ങനെ അതേപോലെ നമുക്ക് കേട്ട കാര്യം നമുക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് നെറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അനിയന്മാർക്കോ അനിയത്തിമാർക്കോ അവരെ പിടിച്ചിട്ട് നിനക്കറിയോ നമ്മുടെ ലോക യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിങ്ങനെയാണ് ഈ രാജ്യം ആ രാജ്യമൊക്കെ കൂടി യുദ്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അനിയന്മാർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. പഠിക്കുന്നവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പഠിക്കാം, കമ്പൈൻ സ്റ്റഡി പോലെ. അതല്ലെങ്കിൽ കുറച്ച് പാവക്കുട്ടികളെ നിരത്തി വയ്ക്കുക, അല്ലെങ്കിൽ ചമ്മരിനോടോ അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റിനോടായാലും നമുക്ക് മനസ്സിലായത് മലയാളത്തിൽ പറയാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ അതിന് ഇംഗ്ലീഷ് ആക്കാൻ അറിയണം. അതിനാണ് ടെക്സ്റ്റ് വായിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഇംഗ്ലീഷ് വേർഡ്സ് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം കംപ്ലീറ്റ് ആയിട്ട്. അതിന് മുമ്പ് വായിക്കാൻ മടിയുള്ളവർ ആദ്യം ഒരു മലയാളത്തിൽ കഥ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റ് വായിച്ചാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഹിസ്റ്ററി. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എന്തായാലും പഠിച്ച് പാസ്സായാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആണ് ഹിസ്റ്ററി ഞാൻ പഠിച്ചെടുത്തത്. അപ്പോൾ സോഷ്യൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കര ഇങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റും, ഇഷ്ടമല്ലാത്തവർക്ക് ഈശ്വര ഇത്രയും വലിയ ക്രൂരത വേണമായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നൊരു സബ്ജക്റ്റുമാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് സോഷ്യൽ പഠിച്ചത്. സോഷ്യൽ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് എനിക്ക് വലിയ ട്രിക്സൊന്നും പറഞ്ഞു തരാനില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് പഠിച്ച് എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഫീലിങ്ങിലാണ് ഞാൻ സോഷ്യൽ പഠിച്ചിരുന്നത്. അത്ര എൻജോയിങ് ആയിട്ടല്ല ഞാൻ സോഷ്യലിനെ കണ്ടിരുന്നത്. ഇപ്പം ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. എല്ലാത്തിനെയും ഒരേപോലെ കണ്ട് കുറച്ചും കൂടി എൻജോയ് ചെയ്ത് പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അത് നോക്കൂല, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കാണിച്ച് പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സോഷ്യലിൻ്റെ കേസിൽ ഞാൻ പഠിച്ചതിനേക്കാളും കൂടുതൽ ആൻറ്റി പഠിച്ചിട്ട് ആൻറ്റിയാണ് എന്നെ പഠിപ്പിച്ച് തന്നിരുന്നത്. അപ്പോൾ ഞാൻ പാസ്സായതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആൻറ്റിക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സോഷ്യൽ
പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സോഷ്യൽ ഇഷ്ടപ്പെടുന്നവരാണോ, സോഷ്യലിന് ബുദ്ധിമുട്ടായിട്ട് നോക്കുന്നവരാണോ എന്നുള്ളതൊക്കെ പറയാം. പിന്നെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു സോഷ്യലൊന്നും ട്യൂഷൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ചില ട്യൂഷൻ ക്ലാസ്സിലൊന്നും സോഷ്യൽ ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ ഹോം ട്യൂഷനൊക്കെ പോകുന്നവർക്ക് പിന്നെയും എടുക്കും. എന്നാലും എടുത്തു കൊടുക്കാന്ന് വെച്ചാൽ അവർ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മൾ തന്നെ വായിക്കണം, നമ്മൾ തന്നെ പഠിക്കണം, നമ്മൾ തന്നെ എഴുതണം. പിന്നെ സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ എഴുതുമ്പോൾ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ടൈം ബൗണ്ടഡ് ആയിട്ട് എഴുതാൻ അറിയണം. അതായത് ഇപ്പോൾ കഥ നമ്മളിപ്പോൾ എഴുതുമ്പോൾ ഫ്രെയിം ചെയ്തെടുക്കുമ്പോൾ ഒക്കെ ടൈം കുറേ പോകും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഒരു വേൾഡ് വാറിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ ഫ്രെയിം ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം വെച്ചാൽ എല്ലാം മെൻഷൻ ചെയ്യണം. കുറേ പോയിന്റ്സ് ഉണ്ടാവും, ഓരോ രാജ്യത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അവരെങ്ങനെയാണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഉണ്ടായത്, അതിൻ്റെ ടൈം, ഇയർ, എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്നും മിസ്സാവാതെ, അപ്പോൾ ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോഴും അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന കൺട്രിയുടെ പേരായാലും ഇയർ ആയാലും അവർ എന്ത് കോൺട്രിബ്യൂഷനാണ് ആ വേൾഡ് വാറിൽ ചെയ്തതെന്നുള്ളതും എല്ലാം നമ്മളൊരു കുഞ്ഞി നോട്ടാക്കി എഴുതി വയ്ക്കുക. അപ്പോൾ ഈ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമുക്ക് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ. അപ്പോൾ കീ പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു 5 പോയിന്റ് ഒരു പാരഗ്രാഫിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഈ 5 പോയിന്റിനെ ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൻസർ ഫുൾ മാർക്കിനുള്ളതായി. പക്ഷേ ഈ 5 പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ ചിലപ്പോൾ മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ 5 പോയിന്റിൻ്റെയും അപ്പുറവും ഇപ്പുറവും ആഡ് ചെയ്യുന്ന വേർഡ്സ് നമുക്ക് ഫ്രെയിം ചെയ്യാൻ അറിയുമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് ഹിസ്റ്ററി. അപ്പോൾ അത് അപ്പുറം ഇപ്പുറവും ബിൽഡ് ചെയ്തെടുക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് വായിക്കാൻ പറയുന്നത്. റിപ്പീറ്റഡ്ലി ടെക്സ്റ്റ് വായിക്കാം. വൺസ് കഥ മനസ്സിലായി കഴിഞ്ഞാൽ ടെക്സ്റ്റ് വായിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആരെങ്കിലൊക്കെ ഉണ്ടും ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാം ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ജൂൺ ജൂലൈ ടൈമിൽ എടുത്ത ക്ലാസ് നമുക്ക് മെയ്യിൽ, അടുത്ത കൊല്ലം ഏപ്രിൽ ഫെബ്രുവരി ടൈമിൽ നമുക്ക് ഓർമ്മയുണ്ടാവണമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ടീച്ചേഴ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് എടുക്കില്ലല്ലോ, അവർക്ക് പോർഷൻ തീർക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആരെങ്കിലും കൊണ്ട് മലയാളത്തിൽ നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്തിട്ട് സക്സസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അത് ഹെൽപ്പാവും. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു സബ്ജക്റ്റായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ എന്തെങ്കിലും സജഷൻസും ഫീഡ്ബാക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാലും മതി. ഇൻസ്റ്റയുടെ ലിങ്ക് എൻ്റെ ചാനലിൻ്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.